നമസ്കാരം. ഓമനപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച സംഭവത്തിലെ മുഖ്യ സൂത്രധാരനെ എക്സൈസ് പൊക്കിയത് അതിസാഹസികമായി. 3 കിലോ കഞ്ചാവുമായി റിസോർട്ടിൽ നിന്ന് പിടിയിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് ചെന്നൈ എണ്ണൂർ സത്യവാണിമുത്ത് നഗർ സ്വദേശി സുൽത്താൻ അക്ബർ അലിയാണ് അറസ്റ്റിലായത്. തമിഴ്നാട് ആന്ധ്ര അതിർത്തിയായ എണ്ണൂരിൽ ഒളിവിൽ കഴിഞ്ഞ വാടക വീട്ടിൽ നിന്നാണ് ആലപ്പുഴയിലെ എക്സൈസ് സംഘം ഇയാളെ പിടിച്ചത്. തായ്ലൻഡിലേക്ക് കടക്കാനുള്ള നീക്കത്തിലായിരുന്നു ഇയാളുടെയും മക്കളുടെയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് അറസ്റ്റിൽ നിർണായകമായത്. ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ, സ്പെഷ്യൽ സ്ക്വാഡ് CI M മഹേഷ്, മറ്റുദ്യോഗസ്ഥരായ ഓംകാർ നാഥ്, M റനി, രവികുമാർ, സജീവൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ആലപ്പുഴയിൽ തസ്ലീമ അറസ്റ്റിലാകുമ്പോൾ സുൽത്താനും 2 മക്കളും കൂടെയുണ്ടായിരുന്നു. കഞ്ചാവ് കടത്തിൽ ഇയാൾക്ക് പങ്കില്ലെന്ന് ഇയാൾ അഭിനയത്തിലൂടെ ബോധിപ്പിച്ചു. ഇതോടെ വിട്ടയച്ചു. എന്നാൽ കസ്റ്റഡിയിലുള്ള തസ്ലീമ സത്യം പറഞ്ഞു. ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ സുൽത്താനാണ് കഞ്ചാവ് കടത്തിലെ ആസൂത്രകനെന്ന് തെളിവ് ലഭിച്ചു. ഇയാൾ വിദേശത്ത് നിന്ന് എത്തിക്കുന്ന കഞ്ചാവാണ് തസ്ലീമ വിറ്റിരുന്നത്. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് സുൽത്താന്റെ പ്രവർത്തനം. മൊബൈൽ ഫോണും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വിൽക്കുന്ന കടയും നടത്തുന്നു. മറ്റു കടകൾക്ക് ഇവ വിതരണം ചെയ്യുന്നുമുണ്ട്. ഇവ വാങ്ങാൻ ഇയാൾ സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ പോകുന്നത് പതിവായിരുന്നു. അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് ഉപകരണങ്ങൾക്കൊപ്പം ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്നത്. എല്ലാം എക്സൈസ് മനസ്സിലാക്കിയെന്ന് അറിഞ്ഞ സുൽത്താൻ മക്കളെ ബന്ധുവീട്ടിലാക്കി തായ്ലൻഡിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതി തയ്യാറാക്കി. പാസ്പോർട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. സുൽത്താനെ ചെന്നൈ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ട്രാൻസിറ്റ് വാറന്റ് വാങ്ങി വ്യാഴാഴ്ച ആലപ്പുഴയിലെ കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റിലായ കണ്ണൂർ സ്വദേശിനി തസ്ലീമ സുൽത്താനയുടെ 2ാം ഭർത്താവാണ് സുൽത്താൻ. മാർച്ച് ആദ്യമാണ് സുൽത്താൻ മലേഷ്യയിൽ നിന്നും ചെന്നൈയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. എറണാകുളത്തും ആലപ്പുഴയിലും കഞ്ചാവ് എത്തിച്ച് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തസ്ലീമയും സഹായിയും പിടിയിലാകുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം സുൽത്താനെ വിട്ടയച്ചെങ്കിലും എക്സൈസ് നിരീക്ഷണം തുടർന്നിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് ചെന്നൈയിൽ എത്തിച്ച ശേഷം തസ്ലീമയ്ക്ക് ഇയാൾ ഇതിന്റെ ചിത്രം അയച്ചു നൽകിയിരുന്നു. കേസുമായി ബന്ധമില്ലെന്ന് കരുതി ആദ്യഘട്ടത്തിൽ വിട്ടയച്ച സുൽത്താന്റെ പേര് വീണ്ടും എക്സൈസിന്റെ ശ്രദ്ധയിൽ എത്തുന്നത് അങ്ങനെയാണ്. ആലപ്പുഴയിൽ തസ്ലീമ പിടിയിലാകുമ്പോൾ കുടുംബം കൂടെയുണ്ടായിരുന്നെങ്കിലും കേസുമായി ബന്ധമില്ലെന്നായിരുന്നു സുൽത്താന്റെ മൊഴി. റിസോർട്ടിനകത്ത് വരുമ്പോൾ തസ്ലീമയും ഫിറോസും മാത്രമായിരുന്നു കാറിലുണ്ടായിരുന്നത്. ഈ സമയം ഇയാൾ മാറി നിൽക്കുകയായിരുന്നുവെന്നാണ് എക്സൈസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇയാളുടെ ഫോൺ വിശദാംശങ്ങളും വാട്സപ്പ് വിവരങ്ങളും ശേഖരിക്കും. വിദേശയാത്രയുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഇയാളുടെ പാസ്പോർട്ട് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. വാട്സപ്പിലൂടെയായിരുന്നു ഇടപാടുകൾ നടത്തിയിരുന്നത്. ഫോൺ പരിശോധിച്ചതിൽ ഹൈബ്രിഡ് കഞ്ചാവ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് നിരവധി പേർക്ക് ഫോട്ടോ അയച്ചു നൽകിയതും അന്വേഷണ സംഘം കണ്ടെത്തി. കേസിൽ സുൽത്താന്റെ പങ്ക് തിരിച്ചറിഞ്ഞ എക്സൈസ് സംഘം 3 ദിവസം മുമ്പ് ചെന്നൈയിലെത്തി എണ്ണൂരിലുള്ള വാടക വീട് കേന്ദ്രീകരിച്ച് രഹസ്യമായി അന്വേഷണം നടത്തുകയായിരുന്നു. സ്ഥിരം കുറ്റവാളികളടക്കം തിങ്ങിപ്പറക്കുന്ന തുറമുഖ മേഖലയിൽ അന്വേഷണം ദുസ്സഹമായിരുന്നു. 6 മാസം മുമ്പാണ് സുൽത്താനും തസ്ലീമയും ഇവിടെ താമസമാക്കുന്നത്. പകൽ സമയം പുറത്തിറങ്ങാതെ കഴിയുകയായിരുന്ന പ്രതിയെ കണ്ടെത്താൻ അന്വേഷണ സംഘം ഏറെ ബുദ്ധിമുട്ടി. പ്രാദേശിക ജനപ്രതിനിധിയുടെ സഹായത്തോടെയാണ് എക്സൈസ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. തസ്ലീമയ്ക്ക് പിന്നാലെ എക്സൈസ് തന്നിലേക്ക് എത്തുമെന്ന് സുൽത്താൻ ഉറപ്പിച്ചിരുന്നു. എണ്ണൂരിലുള്ള വാടക വീട്ടിലേക്ക് എക്സൈസ് സംഘം ഇരച്ചെത്തുമ്പോൾ സുൽത്താൻ തായ്ലൻഡിലേക്ക് നാടുവിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തെളിവുകളടക്കം നിരത്തി എക്സൈസ് ചോദ്യങ്ങൾ ആരംഭിച്ചതോടെ സുൽത്താൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അതിസാഹസികമായിരുന്നു ഈ ഓപ്പറേഷൻ. 3 ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിൽ പിടികൂടാനെത്തുമ്പോൾ സുൽത്താന്റെ സുഹൃത്തുക്കൾ ചേർന്നൊരുക്കിയ പ്രതിരോധം ശാരീരികമായി തകർത്താണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ മാസം അവസാനം മലേഷ്യയിൽ നിന്ന് തിരുച്ചിറപ്പള്ളി വിമാനത്താവളം വഴി കഞ്ചാവ് എത്തിച്ചതിന് പിന്നാലെയാണ് ചിത്രമെടുത്ത് തസ്ലീമയ്ക്ക് അയച്ചത്. കപ്പിൾ ക്രൈം സിൻഡിക്കേറ്റ് എന്നാണ് സുൽത്താനും തസ്ലീമയും അറിയപ്പെട്ടിരുന്നത്. കോടികൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ രാജ്യത്തിന് പുറത്തുനിന്ന് സുൽത്താൻ എത്തിക്കും. വിൽപ്പനയുടെ ചുമതല ഭാര്യ തസ്ലീമയ്ക്ക്. ഉത്തര തമിഴ്നാട്ടിൽ ചെന്നൈക്ക് സമീപമുള്ള എണ്ണൂർ എന്ന തീരദേശ ഗ്രാമങ്ങളിൽ നിന്നും കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി ഒഴുകിയിരുന്നത് സുൽത്താന്റെയും തസ്ലീമയുടെയും കപ്പിൾ ക്രൈം സിൻഡിക്കേറ്റ് തെളിച്ച വഴികളിലൂടെയാണ്. പ്രശ്നങ്ങളെ തുടർന്ന് വിവാഹബന്ധം ഉപേക്ഷിച്ച് നിൽക്കുകയായിരുന്ന തസ്ലീമ സുൽത്താനുമായി അടുക്കുന്നതോടെയാണ് വീട് വിടുന്നത്. ജീവിത പങ്കാളിയായി തെരഞ്ഞെടുത്ത സുൽത്താൻ പിന്നീട് കുറ്റകൃത്യങ്ങളിലും പങ്കാളിയാകുകയായിരുന്നു. സുൽത്താൻ എത്തിച്ചു നൽകുന്ന ലഹരി വിൽക്കാൻ തസ്ലീമ ലൈംഗിക വ്യാപാര ശൃംഖലയിലെയും സിനിമാ മേഖലയിലെയും ബന്ധങ്ങൾ ഉപയോഗിച്ചു. ഇതായിരുന്നു പഴയ പീഡന കേസ്. തസ്ലീമയും സഹായും പിടിയിലാകുമ്പോൾ സുൽത്താനും ഇവരുടെ 2 കുട്ടികളും സമീപത്തുണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്ന് കാറിൽ എറണാകുളത്ത് എത്തിയതും 4 പേരും ഒരുമിച്ചായിരുന്നു. എറണാകുളത്ത് 3 ഹോട്ടലുകളിലായി മാറി മാറി താമസിച്ചു. ഇതിനിടെ കൊച്ചിയിൽ ആവശ്യക്കാർക്ക് തസ്ലീമ ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറി. പിന്നീടാണ് ആലപ്പുഴയിൽ എക്സൈസ് ഒരുക്കിയ കെണിയിലേക്ക് വന്നു കയറുന്നത്. എന്നാൽ ഒരുമിച്ച് സഞ്ചരിച്ചിരുന്ന വണ്ടിയിൽ നിന്ന് റിസോർട്ടിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് സുൽത്താൻ പുറത്തിറങ്ങി. തസ്ലീമയും സഹായും പിടിയിലായ ശേഷമാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കുടുംബം കൂടെയുള്ള വിവരം അറിയുന്നത്.